ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനച്ചാറാണ്. അപ്പോൾ മീനച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കാം എന്നുള്ളതും കേടുകൂടാതെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂതമീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അധികം മുള്ളില്ലാത്ത മീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറിനാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ചെറിയ പീസുകളായിരിക്കുമല്ലോ. അപ്പോൾ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏത് മീൻ വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കാം കേട്ടോ. പിന്നെ കൂടുതൽ മുള്ളില്ലാത്ത എടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. പിന്നെ ഉണക്കമീൻ വെച്ചിട്ട് നമുക്കിതുപോലെ അച്ചാർ തയ്യാറാക്കാനായിട്ട് കഴിയും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുന്ന സമയത്ത് മസാലയൊക്കെ മീനിലേക്ക് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് മസാലയൊക്കെ തേച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. പുറത്ത് തന്നെ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് മസാല നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിക്കോളും. അരമണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇനി അരമണിക്കൂറിന് ശേഷം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതുപോലെ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണേ. ഷാലോ ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടല്ലേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കരുത്. അച്ചാറിനാകുമ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് തന്നെ കട്ട കൂടി ഇട്ട് കൊടുക്കണ്ട. ഇതുപോലെ വിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ഇളക്കി കൊടുക്കരുത് കേട്ടോ. മസാലയൊക്കെ എണ്ണയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 1-2 മിനിറ്റിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ സെറ്റായിട്ട് കിട്ടുകയും ചെയ്തോളും. പിന്നെ ഒരുപാട് കളറൊന്നും മാറണ്ട കേട്ടോ. ഡാർക്ക് കളറൊന്നും ആവണ്ട. നല്ല രീതിയിൽ ഒന്നങ്ങ് കുക്കായി കിട്ടിയാൽ മതി. ഡ്രൈ ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഈ ഒരു പാകത്തിന് മതിയാവും. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഞാനിതാ മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണയിൽ നിന്നും കുറച്ച് മാറ്റി വെക്കാം. ഇത്ര എണ്ണ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ എണ്ണയിൽ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി വലിയതാണെങ്കിൽ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം ഇപ്പോൾ പച്ചമുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളകാണെങ്കിൽ ഈ ഒരു സൈസിന് തന്നെ, ഈ കാന്താരിമുളകിൻ്റെ ഒരു സൈസ് ഉണ്ടല്ലോ, ആ പാകത്തിന് തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കാന്താരിമുളകാണല്ലോ, അപ്പോൾ അതൊന്ന് എണ്ണയിലിടുന്ന സമയത്തൊന്ന് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് മുരിച്ചെടുക്കുക. എണ്ണയിൽ നല്ല രീതിയിൽ ഒന്നങ്ങ് വാട്ടിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ മുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ എണ്ണയിലൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീയൊക്കെ നല്ല രീതിയിൽ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ. പൊടികളൊക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ വറുത്തിട്ട് തന്നെ പൊടിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. പച്ച ഉലുവ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു അച്ചാറിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ചാറിൻ്റെ മെയിനായിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെയാണല്ലോ. കായപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് ഫ്ലേവർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണേ, എന്നാലാണ് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. മസാലയ്ക്ക് ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് സുറുക്ക് ഒഴിച്ച് കൊടുക്കരുത്. ഇതുപോലെ മസാല ഇതിലേക്ക് സെറ്റായിട്ട് കിട്ടണേ. ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മസാലയൊക്കെ മീനിലേക്ക് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇനി 5 മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സുറുക്കയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ സുറുക്ക ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അത്യാവശ്യം കേടുകൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ സുർക്ക ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തീരുന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലായിട്ട് സുർക്ക ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. ഒരു പകുതി സുർക്കയും പകുതി ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുന്നതാണെങ്കിൽ, കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ സുർക്ക തന്നെ ചേർത്ത് കൊടുക്കണേ. അപ്പോഴാണ് നമുക്ക് കുറേ ദിവസത്തിനായിട്ട് കേടുകൂടാതിരിക്കുകയുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് തോന്നും, പക്ഷേ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ. മീനിലേക്ക് ഈ ഒരു ഗ്രേവിയൊക്കെ പിടിക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും. ഒരു 5-6 മിനിറ്റ് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. സുർക്ക ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താൽ മതി. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താ കുറവുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പോ അല്ലെങ്കിൽ കായപ്പൊടിയോ അത് മുകളിലേക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. എരിവ് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ഒരു ബോട്ടിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ 2-3 ബോട്ടിലേക്ക് ആക്കി വെക്കാം കേട്ടോ. ഒരു ബോട്ടിൽ തീരുന്ന സമയത്ത് മറ്റേ ബോട്ടിൽ എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മൊത്തത്തിലെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കേടുകൂടാനൊക്കെ ചാൻസ് ഉണ്ട്, കേട് വരാനൊക്കെ കേട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്പൂണിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഒന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടില്ലാതെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീനച്ചാറ് തന്നെയാണിത്. അപ്പോൾ മീനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്